ജില്ലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സുറിയാനി സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അധികാരികൾ പരാജയമാണ്. കടുത്ത ചൂടിൽ ജില്ലയിലെ കാർഷിക മേഖല നശിക്കുന്നത് സംബന്ധിച്ചോ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെപ്പറ്റിയോ മുന്നണി സ്ഥാനാർത്ഥികളാരും തന്നെ സംസാരിച്ചു കേട്ടില്ലെന്നും മെത്രാപ്പൊലീത്ത കുറ്റപ്പെടുത്തി. ജില്ലയിലെ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വന്യജീവികൾ ജനവാസ മേഖലകളിലിറങ്ങി കൃഷിവിളകൾ നശിപ്പിക്കുകയും മനുഷ്യജീവന് വരെ ഭീതി തീർക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ സുറിയാനി സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് രംഗത്തെത്തിയത്. ജനങ്ങൾ മൃഗങ്ങളെ പേടിച്ചു പോകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ മൃഗങ്ങളെ ഈ സംസ്ഥാനത്ത് കൊണ്ടുവിടുകയോ ഈ സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവിടുകയോ ഇതൊന്നും മൃഗശല്യത്തിന് പരിഹാരമായ മാർഗങ്ങളല്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇതിന് കണ്ടെത്തുന്ന പരിഹാരം കേരള സംസ്ഥാനത്തും കണ്ടെത്തി അടിയന്തരമായി ആ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് എൻ്റെ ആവശ്യം. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് സർക്കാരുകളുടെ ആവശ്യമാണ്. സംസ്ഥാനങ്ങൾ മാറി മാറി മൃഗങ്ങളെ തുറന്നുവിട്ടതുകൊണ്ട് പരിഹാരമാകുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ മൃഗങ്ങൾ വർദ്ധിക്കുമ്പോൾ ചെയ്യുന്നതെന്തോ അതിവിടെ നടപ്പിലാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയും ജില്ലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരമോ കടുത്ത ചൂടിൽ ജില്ലയിലെ കാർഷിക മേഖല നശിക്കുന്നതിൽ കർഷകർക്ക് സാമ്പത്തിക സപ്പോർട്ട് നൽകുന്നതിനെപ്പറ്റിയോ സംസാരിച്ചു കേട്ടില്ലെന്നും മെത്രാപ്പൊലീത്ത അടിമാലിയിൽ പറഞ്ഞു. ഈ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥികളും ഹൈറേഞ്ചിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എങ്ങും പ്രസംഗിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. ഈ കാലാവസ്ഥയിൽ കർഷകന് എന്ത് സാമ്പത്തികമായ സപ്പോർട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ വരണ്ട കാലാവസ്ഥയിൽ ഏലം, കുരുമുളക് തുടങ്ങിയതായ അവരുടെ കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു കൈത്താങ്ങൽ ആവശ്യമാണ്. അതിന് സബ്സിഡിയോ മറ്റേതെങ്കിലും രീതിയിലുള്ളതായ സാമ്പത്തികമായ കൈത്താങ്ങലുകളോ ഇവർക്ക് കൊടുക്കാൻ അതിനുള്ള വഴികൾ എന്താണ് എന്ന് ഒരു കക്ഷിയുടെയും സ്ഥാനാർത്ഥികളിലെങ്കിലും പ്രസംഗിച്ചായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ജില്ലയിലെ കാർഷിക മേഖല അവഗണനയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.